പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജെ മർഫി സാഹിബിൻ്റെ 69-ാം ചരമദിനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു കോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നു. അദ്ദേഹം നട്ട ചെമ്പകത്തിന്റെ ഓർമ്മയ്ക്കായി സമർപ്പിക്കുക. സ്നേഹമുള്ളവരെ, ഏന്തയാർ എന്ന പ്രദേശത്തിൻ്റെ ഇതിനെ തന്നെ നാന്ദി കുറിച്ചുകൊണ്ട് തൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി എൻ തായാർ എന്ന നാമകരണം ചെയ്തുകൊണ്ട് തുടങ്ങിയ എസ്റ്റേറ്റ് ഈ പ്രദേശനിവാസികൾക്ക് തന്നെ ഒരു അനുഗ്രഹമായി, പാവപ്പെട്ടവർക്കൊരു ആശ്രയമായി ഈ പ്രദേശം തന്നെ മാറി. ഏന്തയാർ ഇന്ന് പല സ്ഥലങ്ങളിലും കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയത് 1904 ഇവിടെ റബ്ബർ എസ്റ്റേറ്റ് ഇവിടെ അന്തിയുറങ്ങുന്ന സായിപ്പ് സ്ഥാപിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇന്ത്യയൊട്ടാകെ അല്ലെങ്കിൽ ലോകമൊട്ടാകെ ഈ ഏന്തയാർ എന്ന പ്രദേശം മാറിയത്. അദ്ദേഹം മരിച്ചിട്ട് ഇന്ന് 69-ാം ഓർമ്മ ദിനം നമ്മൾ ആചരിക്കുകയാണ്. 1957 മെയ് 9-ാം തീയതിയാണ് അദ്ദേഹം നമ്മളെ നിന്നും കടന്നുപോയത്. ഈ മനോഹരമായ എസ്റ്റേറ്റിൽ നമ്മൾ വാർദ്ധക്യമായ അസുഖം മൂലം കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് 2 ആഗ്രഹങ്ങളുണ്ടായിരുന്നത്. ഒന്ന്, ഈ പൊതു ശ്മശാനത്തിൽ പുള്ളിയെ സംസ്കരിക്കുക. രണ്ടാമതായി, ഈ മനോഹരമായ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് അന്തിയുറങ്ങിക്കൊണ്ട് ഉറങ്ങുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മളീ കാണുന്ന ഈ ചെമ്പകം, ഈ മരം അദ്ദേഹം മരിക്കുന്നതിൻ്റെ 5 കൊല്ലം മുമ്പ് ഇവിടെ നട്ടുവെച്ചാണ്. അപ്പം കൃത്യം ഇതിൻ്റെ ചോട്ടിൽ തന്നെ പുള്ളി അടക്കണം എന്നതുകൊണ്ട് തന്നെയാണ് ഈ ചെമ്പകം ഇവിടെ അദ്ദേഹം നട്ടുവെച്ചത്. അങ്ങനെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഉള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഇന്നും കേരളമുടനീളം ഏതാണ്ട് 70% ജനങ്ങൾ ആശ്രയിക്കുന്ന റബ്ബറിനെയാണ്. അതുപോലെ തന്നെ ഹൈ റേഞ്ചിൽ ഏലമാണ്. അപ്പോൾ ഏലം വളരെ ശാസ്ത്രീയമായി 1900 ആണ്ടിൽ ആ സമയത്തെല്ലാം കൃഷി ചെയ്ത് ഒരു തോട്ടവിളയായി മാറ്റിയത് സായിപ്പാണ്. ഏലം അവിടെ അദ്ദേഹം കൃഷി ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ വന്ന് റബ്ബർ അദ്ദേഹം പ്ലാന്റ് ചെയ്തത്. ഇന്ന് നമുക്ക് കേരളം മുഴുവൻ നമുക്ക് മനുഷ്യർക്ക് ഭക്ഷണം തരുന്നത് അദ്ദേഹത്തിൻ്റെ ദീർഘമായ സ്വപ്നമാണ് ഈ റബ്ബർ മേഖല വ്യാപിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ജോലി തരുന്ന തൊഴിലാളികൾക്ക് സ്വർഗതുല്യമായ ഒരു സ്ഥലമായിരുന്നു. ഇവിടെ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുക, ജലവിതരണം കൊടുക്കുക, നല്ല താമസ സൗകര്യം. അങ്ങനെ തൻ്റെ തൊഴിലാളികൾ എന്നതിലുപരിയായി തൻ്റെ സഹോദരങ്ങൾ എന്ന രീതിയിലാണ് തൻ്റെ തൊഴിലാളികളെ അദ്ദേഹം കണ്ടിരുന്നത്. അത്രമാത്രം മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അവിടെ തന്നെ 1927 പിയൂസ് 11-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ഏറ്റവും നല്ല മനുഷ്യസ്നേഹി എന്നുള്ള ഒരു അംഗീകാരം നൽകി സഭ അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ എങ്ങനെയായിരിക്കണം, എങ്ങനെ ജീവിക്കണം, മറ്റുള്ളവരായിട്ട് എങ്ങനെ ഇടപെടണം എന്നുള്ള ഒരു സാമൂഹ്യ സൗഹാർദ്ദത്തിൻ്റെ ഒരു വക്താവായിരുന്നു മർഫി സാഹിബ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ്സ് നമിക്കുകയാണ്. അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്ന സ്നേഹ മാതൃക, പരസ്പരമായി സ്നേഹിക്കുവാൻ, എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുവാനുള്ള തുറവിയുള്ള വിശാല ഹൃദയത്തിൻ്റെ ഉടമ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ഈ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ നിന്നുകൊണ്ട് ഈ ഏന്തയാർ നിവാസികൾ തുറന്നു വരുന്ന എല്ലാവരും തന്നെ ഇപ്പോഴും ജനങ്ങൾ ഇവിടെ ഏന്തയാറിൽ അങ്ങനെയാണ് ജീവിക്കുക. ഒരു ഏകോത്തര സഹോദരരെ പോലെ ഹിന്ദുക്കളും മുസ്ലിം ക്രിസ്ത്യാനികളും എല്ലാം ഒത്തൊരുമയോടുകൂടിയാണ് ഏന്തയാർ നിവാസികളെല്ലാം എല്ലാം ജീവിക്കുക. അതിന് നിദാനമായി തീർന്ന അദ്ദേഹത്തിൻ്റെ ഒരു വഴിനടത്തലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു. അദ്ദേഹത്തെ സ്വർഗത്തിലായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹം ചെയ്ത നന്മകളെ ഓർത്ത് സ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. ദൈവം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അനുഗ്രഹിക്കട്ടെ. അലാഹമാരോടും വിശുദ്ധരോടും വാങ്ങിയ നിരന്തരം അനുഗ്രഹിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോചിപ്പിച്ച് തേങ്ങയുടെ സമത്തിലേക്ക് സ്വീകരിക്കണമേ.
കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോളമേ. ആമേൻ. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകി അനുഗ്രഹിക്കണമേ. ഇയാളുടെ ആത്മാവും സകല മറ്റു വിശ്വാസമുള്ള ആത്മാക്കളും കർത്താവിന്റെ കാരണത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. അതുപോലെ ഇപ്പോൾ നമുക്ക് മർത്തി അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്നേഹാദരായ ആൻസി അഗസ്റ്റിൻ വേണ്ട വാക്ക് സംസാരിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാകാത്ത ഒരു പേരും ഒരു ഓർമ്മയുമാണ് ജെ മർഫി എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിനും അവർക്ക് ക്ഷേമവും ഐശ്വര്യവും നേടിക്കൊടുക്കുന്നതിനും വേണ്ടിയാണ്. പഴയ കാലത്ത് അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ എത്തിയെങ്കിൽ ഇന്ന് ഇവിടുന്ന് നല്ല വിദ്യാഭ്യാസം നേടിയ ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും താൻ സേവിക്കുന്ന അല്ലെ തന്നെ സേവിക്കുന്ന തൻ്റെ ആളുകളെ അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും എന്താണോ അവർക്ക് നൽകേണ്ടത് അത് കാലങ്ങൾക്ക് മുന്നേ ചിന്തിച്ച് പ്രവർത്തിച്ച് അത് പ്രാബല്യത്തിൽ വരുത്തിയ ഒരു മഹാവ്യക്തിത്വമായിരുന്നു ജെ മർഫി. അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ 69ാമത് സ്വർഗത്തിലെ തിരുനാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഓർക്കാതെ ഒരു ദിനം പോലും നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളൊക്കെയും ലോകത്തിൻ്റെ നാനാ മേഖലകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇദ്ദേഹം ഈ നാടിന് സമ്മാനിച്ച സേവനങ്ങളുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും തൻ്റെ കൃഷിയിടത്തിലെ കർഷകരെ സ്നേഹിക്കുവാനും അതുപോലെ റബ്ബർ കൃഷിയെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരുവാനും ഇന്നും ആ റബ്ബർ കൃഷിയിലൂടെ ഇവിടുത്തെ ജനങ്ങൾ ഉപജീവനം കണ്ടെത്തുവാനും ഒക്കെ സാഹചര്യം ഒരുക്കിയ അദ്ദേഹത്തിൻ്റെ ഈ മഹനീയമായ ഓർമ്മയുടെ ദിവസത്തിൽ ഈ നാടിനു വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗങ്ങളെയൊക്കെ സ്മരിച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് നമ്മളുണ്ടായിരിക്കും. ഈ നാടിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ ദിനത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ സ്നേഹാദരനായ നമ്മുടെ സെന്റ് മേരീസ് പള്ളി വികാരി മാത്യു ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിച്ച പ്രസിഡന്റ് നെടുകുന്നടച്ചൻ, മറ്റ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഒത്തിരി സന്തോഷമുണ്ട് ഈ വേളയിൽ ഇവിടെയായിരിക്കുന്നതിൽ. ജെ മർഫിയുടെ 69ാം സ്വർഗപ്രവേശനത്തിന്റെ ഓർമ്മ നമ്മൾ ആചരിക്കുമ്പോൾ നമുക്കറിയാം ഈ NTR എത്രമാത്രം വികസിച്ചിട്ടുണ്ടോ. അതിൻ്റെ എല്ലാം പിന്നിൽ അദ്ദേഹത്തിൻ്റെ ശക്തമായ നേതൃത്വവും കഴിവും ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. NTR മാത്രമല്ല, റബ്ബർ കൃഷി നമ്മുടെ നാടിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഏറ്റവും നട്ടലായിട്ട് വരുവാൻ കാരണം അദ്ദേഹമാണ്. ഞാൻ ഇവിടെ വന്ന ഉടനെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ 2-3 കാര്യങ്ങളാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഈ NTR പ്രദേശത്തെ ജനങ്ങളെ അധ്വാനിക്കുവാനായിട്ട് പഠിപ്പിച്ചു. അദ്ദേഹം സ്വർണ്ണ നാണയം ഹെലികോപ്റ്ററിൽ എറിഞ്ഞ് ഇവിടെയെല്ലാം വെട്ടിത്തെളിച്ചു എന്നാണ്. കാരണം അധ്വാനിക്കുവാൻ എങ്ങനെ സാധിക്കും, അല്ലെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുവാനായിട്ട് ഈ കാടിനോട് മല്ലടിച്ച് ഇവിടെ പൊന്ന് വിളയിക്കുവാനായിട്ട് അദ്ദേഹം ഇവിടെയുള്ള മക്കളെ പഠിപ്പിച്ചു. രണ്ടാമതായിട്ട് വിദ്യാഭ്യാസം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കി. അതാണ് എല്ലാത്തിനെയും അടിസ്ഥാനം. വിദ്യ അഭ്യസിച്ചാൽ മാത്രമേ നമുക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ, നാടിന് വികസനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു. അതോട് ചേർന്ന് തന്നെ ഈ മലയോര മേഖലയിൽ വഴികൾ തുറന്നുകൊണ്ട് ഈ നാടിനെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുവാനായിട്ട് മനോഹരമായ ഈ പ്രദേശത്തിൻ്റെ മനോഹാരിത മറ്റുള്ളവർക്ക് ആസ്വദിക്കുവാനായിട്ട് നല്ല വഴികൾ, വദായനങ്ങൾ തുറന്നു കൊടുത്തു. ഈ 3 കാര്യങ്ങളും ആണ് ഇന്ന് നമുക്ക് ഈ നാടിന് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാന കാരണമായിട്ട് തീർന്നിരിക്കുന്നത്. നമുക്ക് നന്ദിയോടെ ഓർക്കാം ഈ മഹാമനുഷ്യന്റെ ആ ജീവിതം നമുക്ക് കാട്ടിത്തന്ന ആ നല്ല മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ 69ാം ചരമദിനം ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആചരിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് തമ്പുരാന് നന്ദി പറയാം. അദ്ദേഹത്തിന്റെ ആ മാതൃക അനുകരിച്ച് ജീവിക്കുവാനായിട്ട്
നമുക്കെല്ലാവർക്കും പരിശ്രമിക്കുകയും ചെയ്യാം. പ്രിയമുള്ളവര്, മർഫി സാഹിബിന്റെ 69ാം ഓർമ്മ ദിവസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഒരു ദേശത്തിന്റെ വിജയത്തിന്റെ വലിയൊരു വിപ്ലവകാരിയാണ് ജെ മർഫി സാഹിബ്. വിദേശത്ത് ജന്മം കൊണ്ടെങ്കിലും ഈ മണ്ണിനെ സ്നേഹിച്ച വ്യക്തിയാണ്. സാധാരണക്കാരിലേക്ക് ഇറങ്ങി തിരിച്ച് ഇവിടെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം എവിടെ ജനിച്ചു എന്നുള്ളതല്ല, മറിച്ച് അദ്ദേഹം ജീവിച്ച നാടും ആ നാടിനോടും അവിടുത്തെ ജനങ്ങളോടും അദ്ദേഹം കാണിച്ച വലിയ നന്മകൾ നാം എടുത്തു പറയേണ്ടതാണ്. ഇന്നത്തെ പുതിയ തലമുറയ്ക്കെല്ലാം വലിയ പാഠമാണ്. ഒരു വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തൻ്റെ ജീവിക്കുന്ന പ്രദേശത്തോട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ വലിയൊരു അടയാളപ്പെടുത്തലാണ് മർഫി സാഹിബിന്റെ ജീവിതം. അദ്ദേഹം ഇല്ലായ്മയിൽ നിന്ന് ഇവിടെയുള്ള ഇവിടുത്തെ കാടുകളെല്ലാം വെട്ടിപ്പിടിച്ച് അത് ക്ലിയർ ആക്കിക്കൊണ്ട് റബ്ബർ പ്ലാന്റേഷൻ ചെയ്ത് ആയിരക്കണക്കിനുള്ള ജനങ്ങൾക്ക് ജീവിത മാർഗങ്ങൾ നടത്തുകയും അദ്ദേഹം മതസൗഹാർദ്ദവും വലിയ കാഴ്ചപ്പാട് ഇല്ലായ്മയിൽ നിന്ന് വലിയൊരു സാമ്രാജ്യത്തിന്റെ വഴികൾ അദ്ദേഹം തുറന്നു വരികയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് ആയിരക്കണക്കിന് റബ്ബർ മരങ്ങളല്ല നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്, മറിച്ച് സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകളുടെ ഈ സ്വപ്നങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, അദ്ദേഹത്തിന്റെ നല്ല കാര്യങ്ങളെല്ലാം ഇന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും അഴവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നട്ടുപിടിപ്പിച്ച ആ നന്മകൾ ഇന്നും മനുഷ്യ മനസ്സിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് ആതുര സേവന പ്രവർത്തനങ്ങളും ഓർമ്മകളും മ്യൂസിയവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസങ്ങളിൽ തന്നെ ഔഷധ സസ്യങ്ങളും മരം നടലും അങ്ങനെ ഒരുപാട് ഫണ്ടുകൾ ഉപയോഗിച്ച് വിദ്യാഭ്യാസ സ്കോളർഷിപ്പും പാവങ്ങളുള്ള സഹായങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ വഴിയിലേക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ ആളുകളും അതിന്റെ ഫണ്ടുകളും പ്രവാസ കൂട്ടായ്മയും മസ്ജിദുകളിൽ നിന്നും അതുപോലെ മോസ്കുകളിൽ നിന്നുള്ള സഹായത്തിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഈ ഒരുമിച്ച് കൂട്ടം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ല വാക്കുകൾക്ക് നന്ദി. സംസാരിക്കുന്നതിനായി നമ്മുടെ കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്നേഹിതനായ ബിജോയ് മുണ്ടുപാലം അവിടെ ആദരണീയനായ സന്നിധിയിലായിരിക്കുന്ന ബഹുമാനരെ, നമ്മുടെ നാടിന്റെ നട്ടെല്ലായി നമ്മുടെ നാടിന്റെ സാമ്പത്തിക പുരോഗതിക്ക് നിദാനമായ റബ്ബർ കൃഷിയുടെ ഉപജ്ഞാതാവായി ഇവിടെ കടന്നു വന്ന് നമ്മുടെ നാടിനെ വലിയ രീതിയിൽ പുരോഗതിയിലേക്ക് നയിച്ച ജോൺ ജോസഫ് മർഫിയുടെ 69ാമത് ചരമവാർഷികം നമ്മൾ ഇന്ന് ഇവിടെ ആചരിക്കുകയാണ്. നമുക്കറിയാം, വലിയ മനോഹരമായ ഓർമ്മകളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലും നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ വരികയും ഈ നാടിനെ സ്നേഹിക്കുകയും ഇവിടുത്തെ നാട്ടുകാരെയും തൊഴിലാളികളെയും എല്ലാം അദ്ദേഹത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ വിപ്ലവകരമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ റബ്ബർ കൃഷി ഈ മേഖലയിൽ വ്യാപിക്കുവാനും നമ്മുടെ ഈ നാടിന്റെ നല്ല കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ തന്നെ സാമ്പത്തിക പുരോഗതിയിൽ മുഖ്യമായ ഒരു പങ്ക് വഹിക്കുവാനും അതുകൊണ്ട് നമുക്ക് സാധിച്ചു. നമ്മുടെ ഈ നാടിന്റെ നേട്ടങ്ങൾക്ക് നമ്മുടെ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ റബ്ബർ കൃഷി എത്രമാത്രം സഹായിച്ചു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ആ മേഖലയിലെ തൊഴിലാളികളെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരെയും വളരെയേറെ സ്നേഹിക്കുകയും അവരുടെ കാര്യങ്ങൾ വളരെ കരുതലുള്ള ആളുമായിരുന്നു നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ മാത്തോമലയിലെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളണമെന്ന് അതിയായി ആഗ്രഹിച്ചതും അതനുസരിച്ച് പ്രവർത്തിച്ചതും ഒക്കെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതിലും വലിയ രീതിയിലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ലഭ്യമാകുമായിരുന്നു. അതിന്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിന് കബറടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ സ്നേഹിക്കുന്ന താൻ സ്ഥാപിച്ച ആ മേഖലയിൽ അവരോടൊപ്പം അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹത്തിന് വലിയ ആഗ്രഹം, നമ്മളോടുള്ള ആ പ്രതിബദ്ധത നമ്മുടെ നാടിനോടുള്ള അദ്ദേഹത്തിന്റെ ആ കൂറ് എത്രമാത്രം വലുതായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക്
അദ്ദേഹത്തിന്റെ ജാജ്വല്യമാനമായ ഓർമ്മകൾ മുൻപോട്ട് കൊണ്ടുപോകണം. അസുസ്ഥിരമാകുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അതെല്ലാം മനോഹരമായിട്ട് വിജയിക്കുവാനും നമ്മുടെ നല്ല രീതിയിൽ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുവാനും അദ്ദേഹം നമുക്ക് ഇതിലെ സംഭാവനകളെ വലിയ രീതിയിൽ നമുക്ക് ആദരിക്കുവാനും ഒക്കെ സാധിക്കണം. ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. രണ്ടു വാക്ക് സംസാരിക്കുന്ന വ്യാപാരി വ്യവസായി റബ്ബർ ആദ്യം കൊണ്ടുവന്നത് മർഫി സാഹിബാണ്. അങ്ങനെ നമ്മൾ ഈ സാഹിബിൻ്റെ ഓർമ്മയിൽ നമ്മൾ എല്ലാവിധ ഇതും നേരുകയാണ്. മർഫി സാഹിബിന് എല്ലാവിധ ഇതും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേരിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും വ്യാപാരി വ്യവസായികളുടെയും ഞങ്ങളെ ജമാഅത്തിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്ന അറിയിക്കുകയാണ്. നമ്മളെല്ലാവരും പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അത്രയും സമ്പത്തുണ്ടായിരുന്നപ്പോൾ നാഗർകോവിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചെന്ന് പറഞ്ഞാലും തൻ്റെ സ്വന്തം സ്വദേശമായ അയർലൻഡിലേക്ക് കൊണ്ടുപോകാൻ യാതൊരു ഇത്ര സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇത്രയും ഉള്ളിലോട്ട് വന്നിട്ട് ഞാൻ ആലോചിക്കായിരുന്നു, പള്ളിയുടെ അവിടെ നേരത്തെ ഇപ്പം പോലും ഇപ്പോഴാണ് വണ്ടി വന്ന പോലെ വഴി പോലും മാറുന്നത്. എത്തുകുറുപ്പ് വഴി ചെറിയൊരു വഴികൾ എങ്ങനെ കൊണ്ടുവന്ന് കാണപ്പോടിയൊക്കെ ആ സമയത്ത് ഇത്ര വിജനമായ സ്ഥലത്തും ഇത്ര മനോഹരമായ സ്ഥലം അദ്ദേഹം കണ്ടെത്തി എന്നുള്ളതാണ് എൻ്റേത്. ഞാൻ പലപ്പോഴും എനിക്ക് ഒരു അഭിമാനത്തോടുകൂടി ഞാൻ പറയാറുണ്ട്, ഒരു കോമ്പസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വട്ടം വരയ്ക്കുന്ന പോലെ എയർ ഡിസ്റ്റൻസിൽ എവിടെ നോക്കിയാലും 10 കിലോമീറ്ററിൽ ഇത്രയും ഇങ്ങനെ കാണുന്ന ഒരു സ്ഥലം ചിലപ്പോൾ ലോകത്ത് കാണുമോ എന്ന് എനിക്കറിയത്തില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് റൗണ്ടായിട്ട് ഒരേ സ്ഥലത്ത് ഒരേ ഡിസ്റ്റൻസിൽ 10 കിലോമീറ്റർ അത് ആ സ്ഥലം കണ്ടെത്തിക്കൊണ്ടാണ് ഈ മനോഹരമായ സ്ഥലത്ത് ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇവിടെ തന്നെ നടത്തണമെന്ന് അദ്ദേഹം പറയും. അപ്പോൾ തീർച്ചയായിട്ടും 70% കല്ലിൻ്റെ എല്ലാ പണികൾ തീർന്നിരിക്കുകയാണ്. ആ സൈഡിലെല്ലാം കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ സൈഡിലാണ് ഒരു കുതിരപ്പുറത്തിരിക്കുന്ന പോലെയുള്ള ഒരു സ്ട്രക്ചർ വരിക. ഒരു 20 അടി പൊക്കത്തിലാണ്. അത് തന്നെ ഒരു 18 ലക്ഷം രൂപയുടെ ഇതാണ് വരിക. വലിയൊരു ഇതായിട്ട് ഇങ്ങനെ ടൈപ്പിൻ്റെ നോക്കിയിരിക്കുന്ന പോലെ. അങ്ങേ സൈഡ് പാർക്കിങ്ങിൻ്റെ അവിടെ നമുക്ക് ഈ കല്ലല്ലാതെ വെർട്ടിഫൈഡ് ടൈലാണ് പതിക്കുക. അപ്പോൾ അതെല്ലാം നമുക്ക് സുമനസ്സുകളുടെ സഹായത്തോടു കൂടി നമുക്കത് ചെയ്യുവാനാണ് ആഗ്രഹിക്കുക. നമുക്കറിയാമല്ലോ വേറെ നമുക്ക് വേറെ സഹായങ്ങളോ കാര്യങ്ങളോ റബ്ബർ ബോർഡിൻ്റെയോ സർക്കാരിൻ്റെ മറ്റു സഹായങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഇത് തന്നെ ഒരു തരത്തിലാണ് ഇത്രയും ഞാൻ ഒപ്പിച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമ്മളിപ്പം ടൈപ്പിനോട്ടുള്ള വലിയൊരു സ്വപ്നമാണ് ഇതൊരു ടൂറിസ്റ്റ് പ്രദേശം പോലെ ആക്കുക എന്നുള്ളത്. അപ്പം കടന്നു നിൽക്കുന്ന എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. നിങ്ങളത് ഇത്രയും ക്ഷണം കടന്നു വരികയും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ഒരു കൂടി നന്ദി പറയുകയും ചെയ്തു. താങ്ക് La 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 la